ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സുമീസ് ടേസ്റ്റി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ടേസ്റ്റ് പറയാൻ വാക്കുകളൊന്നുമില്ല, അത്രയും രുചിയാണ് കേട്ടോ. ഇത് കുട്ടികൾ മുതൽ മുതിർന്നവർക്ക് വരെ ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള കുൽഫിയാണ് നമ്മളിന്ന് ചെയ്യുന്നത്. അതും പ്രത്യേക ഒരു രീതിയിൽ. ഒരു പക്ഷേ നിങ്ങൾ ഇതുവരെയും ഈ ഒരു റെസിപ്പി കണ്ടു കാണില്ല, വളരെ വ്യത്യസ്തമായിട്ടാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇത് കണ്ടു നോക്കണം. ഇഷ്ടമാവുകയാണെങ്കിൽ ഉറപ്പായിട്ടും താഴെ കാണുന്ന ലൈക്ക് ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ പ്ലീസ്. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു കുൽഫി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം കേട്ടോ. പ്രത്യേകിച്ച് ക്രീമും ഒന്നും നമുക്ക് ആവശ്യമില്ല കേട്ടോ. വളരെ സിമ്പിളായിട്ട് പാൽ വെച്ചിട്ട് ചെയ്തെടുത്തിട്ടുള്ള കുൽഫിയാണ്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം. നമുക്ക് ഈ ഒരു കുൽഫി റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു പാക്കറ്റ് പാൽ, അതായത് 500 ml പാലാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. 1/2 ലിറ്റർ പാല് അത് ഞാൻ ഒരു പാനിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാരയാണ് ചേർക്കേണ്ടത്. ഒരു 6 ടേബിൾ സ്പൂൺ പഞ്ചസാരയെങ്കിലും ചേർക്കണം കേട്ടോ. പിന്നെ മെയിനായിട്ട് നമ്മൾ ഇതിൽ ചേർക്കുന്നത് ഏലക്കായാണ്. ഞാൻ ഒരു ഏലക്കായാണ് ചേർത്തിട്ടുള്ളത്, 2 എണ്ണം വരെ ചേർക്കാം. അത് ഇത്രയും ചേർത്തിട്ട് ഇത് നമുക്ക് നേരെ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കണം. അടുപ്പിലേക്ക് വെക്കുന്ന ആ ഒരു സമയത്ത് തന്നെ നമുക്ക് മറ്റൊരു ബൗൾ എടുക്കാം. അപ്പോൾ പാലല്ലേ അവിടെ ഇരുന്ന് ഒന്ന് ചൂടാവുന്ന സമയത്ത് തന്നെ നമുക്കിത് ചെയ്യാമല്ലോ. ഇതിലേക്ക് നമ്മളിപ്പം ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡറാണ് ചേർക്കുന്നത്. ഒരു സീക്രട്ട് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആണെന്ന് തന്നെ പറയാട്ടോ. ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ്. നിങ്ങൾ ഇതുവരെയും ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒറ്റ തവണയെങ്കിലും ട്രൈ ചെയ്യുക. കാരണം ഇത് നിങ്ങൾ വീണ്ടും ഉണ്ടാക്കും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. അത്രയും രുചിയാണ് കേട്ടോ നമ്മുടെ ഈ ഒരു കുൽഫി. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 5 ടേബിൾ സ്പൂൺ കൂടിയിട്ട് പാൽ വേണം കേട്ടോ. അതുകൂടി ഒഴിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ ഞാൻ കുറച്ച് വാനില എസൻസ് കൂടി ചേർക്കുന്നുണ്ട്, ഒരു 1/2 ടീസ്പൂൺ. അപ്പോൾ ഇത്രയും കൂടിയിട്ട് കട്ടയൊന്നും ഇല്ലാണ്ട് നമുക്ക് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് നമ്മൾ പാൽ അടുപ്പിൽ വെച്ചില്ല, ചെറുതായിട്ടൊന്ന് ചൂടായിട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഈ സമയത്ത് തന്നെ നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു മിക്സ് അങ്ങ് നമുക്ക് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് കണ്ടിന്യൂസ് ആയിട്ട് മിക്സ് ചെയ്തുകൊണ്ടേയിരിക്കുക. അതായത് നന്നായിട്ട് തിളച്ച് വരുന്നവരെ നമുക്ക് ഇതുപോലെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കാം. അപ്പോൾ അതേ നമ്മുടെ ഈ ഒരു മിക്സ് ഇവിടെ നിന്ന് ചെറുതായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇത് ഒരുപാടങ്ങ് കുറുകില്ല കേട്ടോ, കാരണം നമ്മൾ ഐസ്ക്രീമാണ്. ഒരുപാടിട്ട് കുറുക്കി കഴിഞ്ഞാൽ ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടില്ല. ഇതിപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്തു, എന്നിട്ട് കംപ്ലീറ്റ് ചൂടാറിയതിന് ശേഷമാണ് ഞാൻ നിങ്ങളിപ്പോൾ കാണിക്കുന്നത്. നന്നായിട്ട് നല്ല തിളച്ച് വരുന്ന ഉടനെ തന്നെ തീ ഓഫ് ചെയ്യണം കേട്ടോ. എന്നിട്ട് ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കുക. ചൂടാറിയതിന് ശേഷം നമ്മളിത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചിട്ട് നല്ല സ്മൂത്തായിട്ട് ഒന്ന് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് മസ്റ്റായിട്ട് ചെയ്യണം. അപ്പോൾ ഇത് നല്ല സ്മൂത്തായിട്ട് ഞാനൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇത് നല്ല സ്മൂത്തായിട്ട് നല്ല ക്രീമി ആയിട്ട് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. നല്ല സ്മൂത്തായിട്ട് വന്നു. ഇനി നമുക്കിത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. ഞാനിപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ ഈ ഒരു കണ്ടെയ്നറാണ് എടുക്കുന്നത്. നിങ്ങളുടെ കയ്യിലിപ്പോൾ ഇതിപ്പോൾ എല്ലാവരുടെ കയ്യിലും കാണണമെന്നില്ല. നമുക്ക് സാധാരണ ഏത് ടിന്നിൽ വേണമെങ്കിലും ഇത് ഒഴിച്ചിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഏത് ഷേപ്പിൽ വേണമെങ്കിലും എടുക്കാൻ വേണ്ടിയിട്ടും പറ്റും. അപ്പോൾ ഞാൻ എന്തായാലും ഇത് ഒരു 3 ടൈപ്പ് ടിന്നിലേക്ക് ഇത് ഒഴിച്ചിട്ടുണ്ട്. വ്യത്യസ്തമായിട്ടുള്ള ഷേപ്പുള്ള ഒരു ടിന്നാണ്. ഇനി ഞാൻ കളർ ചേർക്കുന്നുണ്ട് കേട്ടോ. 2 എണ്ണത്തിൽ, ഒരെണ്ണത്തിൽ ഈ സെയിം കളർ തന്നെയാണ്. പക്ഷേ 2 എണ്ണത്തിൽ ഞാൻ കളറൊന്ന് ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഒന്നിൽ ഞാൻ ഗ്രീനും അതുപോലെ ഒരു പിങ്ക് ഷെയ്ഡും ഞാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓക്കെ, ഇവിടെ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചാൽ മാത്രം മതി. അപ്പോൾ ഞാനിപ്പോൾ ഒന്ന് അലൂമിനിയം ഫോയിൽ വെച്ചിട്ട് ഒന്ന് കവർ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇനി ഇതില്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും അടപ്പ് വെച്ചിട്ട് അടച്ചിട്ട് ഫ്രീസറിൽ വെച്ചാലും മതിയാവും. അപ്പോൾ എന്തായാലും ഞാൻ ഇത് ഓവർനൈറ്റ് ഫ്രീസറിൽ വെച്ച് സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ 7-8 മണിക്കൂർ മതിയാവും. ഇത് ഒരുപാടില്ലല്ലോ, കുറേശ്ശെയല്ലേ നമ്മൾ ഒഴിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് 7-8 മണിക്കൂറിനുള്ളിൽ തന്നെ സെറ്റ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ രാത്രി ചെയ്തിട്ട് രാവിലെ എടുത്ത് നോക്കുമ്പം നല്ല സെറ്റായിട്ടിരിക്കുകയും ചെയ്യും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ കുൽഫി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ മാർക്കറ്റിൽ നിന്നൊക്കെ മേടിച്ച് കഴിക്കുന്ന പോലത്തെ ടേസ്റ്റുള്ള ഒരു കുൽഫിയാണ് കേട്ടോ. അതിനേക്കായി ടേസ്റ്റ് ആണെന്ന് തന്നെ പറയാം. എനിക്ക് അങ്ങനെയാണ് കേട്ടോ ഫീൽ ചെയ്തത്. നമ്മളിപ്പം പുറത്തുനിന്നൊക്കെ മേടിക്കുന്ന ആ ഒരു കുൽഫിയേക്കായി എനിക്ക് നല്ല രുചി എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മൾ പണ്ട് കാലങ്ങളിൽ
സ്കൂളിലൊക്കെ നല്ല അടിപൊളി ടേസ്റ്റുള്ള കുൽഫി ഉണ്ടായിരുന്നു. പക്ഷെ അതിപ്പോൾ ഇല്ല. എനിക്ക് ആ ഒരു ടേസ്റ്റാണ് ഈ ഒരു കുൽഫിക്ക് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണം. കുട്ടികൾക്കൊക്കെ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക, കൊടുക്കണം. അവർക്ക് ഉറപ്പായിട്ടും ഇഷ്ടമാവും. ഇപ്പം പുറത്തൊക്കെ പോകാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഐസ്ക്രീം എന്നൊക്കെ പറയുമ്പം കുട്ടികൾ അത്രയും ഇഷ്ടമായിരിക്കും. അല്ലെങ്കിൽ തന്നെ ഇഷ്ടമാണ്. അപ്പം ഇപ്പോൾ ഒട്ടും കിട്ടാത്തൊരു സാഹചര്യം ആയതുകൊണ്ട് നമ്മൾ തന്നെ വീട്ടിൽ ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് അത്രയും സന്തോഷമായിരിക്കും. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങളിത് ഉണ്ടാക്കി കൊടുക്കണം. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാവും. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ താഴെ കാണുന്ന ആ ലൈക്ക് ബട്ടണിൽ പ്രസ് ചെയ്തിട്ട് ലൈക്ക് കൂടി ചെയ്യുക. അപ്പോൾ ഇതേ ഇത്രയേ ഉള്ളൂ. നമ്മുടെ കുൽഫി ഇതേ വിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഈ സൈഡൊക്കെ ഒന്ന് കത്തി വെച്ചിട്ടൊന്ന് ആക്കിയിട്ടങ്ങ് വിട്ടെടുത്താൽ മതി. എന്നിട്ട് നമുക്ക് ഇത് ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ദേ അതൊന്ന് ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് ഞാൻ ഇത് ഗ്ലാസ്സിലോട്ടാണ് കേട്ടോ ഇടുന്നത്. നമുക്ക് മാർക്കറ്റിലൊക്കെ മേടിക്കാൻ കിട്ടുമ്പോൾ ഇതുപോലെ ഗ്ലാസ്സിലാണ് അവർ സെർവ് ചെയ്യുന്നത്. ആ ഒരു ഇത് വെച്ചിട്ട് ഞാൻ ചെയ്യുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഓരോ കളറിലുള്ള പീസുകളായിട്ട് വെക്കുകയാണ്. ഇതുപോലെ തന്നെ ഞാൻ മറ്റൊരു പാത്രത്തിലോട്ട് കൂടി വെക്കുന്നുണ്ട് കേട്ടോ. കാണാൻ തന്നെ ഇത്രയും ഭംഗിയാണ്. അവ കഴിക്കേണ്ട കാര്യം പറയണോ? അത്രയും രുചിയാണ് കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടമാവും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു റെസിപ്പി നിങ്ങളുടെ എല്ലാവർക്കും ഇഷ്ടമായി എന്ന പ്രതീക്ഷയോടുകൂടി വൈൻഡപ്പ് ചെയ്യാണ്. പുതിയൊരു റെസിപ്പി വീഡിയോയുമായിട്ട് നമ്മുടെ സുമീസ് വ്ളോഗിൽ കണ്ടുമുട്ടാം. പിന്നെ നമ്മുടെ ഡോൾ ചാനലിൽ വീഡിയോസ് ഇടുന്നുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്ക്. നമ്മൾ സ്റ്റോറീസാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ലിങ്ക് കൂടി ഞാൻ കമൻറ്റ് ബോക്സിൽ ഒന്ന് പിൻ ചെയ്തിട്ടേക്കാം. ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, നമ്മുടെ ദി ഷാഡോ പാലസ് സ്റ്റോറി അത് നമുക്ക് കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ കുറച്ചുകൂടി ഒരു 1.5 ആഴ്ച കൂടി ഒന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇടുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് ഇന്ന് വൈകുന്നേരം നമ്മുടെ സുമീസ് വ്ളോഗിൽ കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ, ടേക്ക് കെയർ.